ഈ പെൺകുട്ടി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാണ്. ഫോണിൽ നോക്കുന്നത് പോലെ അഭിനയിക്കും, ആരോടും സംസാരിക്കില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. ഇതുപോലെ നമ്മൾ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ചെയ്യാൻ വേണ്ടി പോവാണ്. രാത്രി 1 മണിക്ക് ശേഷം പെൺകുട്ടികൾ സേഫ് ആണോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ പേര് ജ്യോതിക, സ്ഥലം ആലപ്പുഴ. കൊച്ചിയിൽ സേഫ് ആണോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഇന്ന് എവിടെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ മുന്നേ? ഇല്ല. ഇപ്പൊ നിൽക്കുന്നത് ചങ്ങമ്പുഴ കഴിഞ്ഞിട്ട് മാമംഗലം റോഡാണ്. അപ്പോൾ ഇവിടെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അങ്ങനെ ആരും വരില്ല, കാര്യം ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? ഞങ്ങള് പോട്ടെ? പേടിയില്ലല്ലോ? ഫോണിൽ നോക്കുന്ന പോലെ നിൽക്കുക, ആരും വന്നാലും സംസാരിക്കരുത്. ഓക്കെ? ഞങ്ങളിവിടെ ക്രൂ മൊത്തം ഞങ്ങളിവിടെ ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ? ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആറിനൊക്കെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് കാര്യമാക്കാണ്ട് വീഡിയോ തുടർന്നു. ഒരാൾ വന്നു, കാറ് നിർത്തി വിളിച്ചു. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അത് എടുത്തിട്ട് പോയി. പിന്നെ ഒരു സ്കൂട്ടി വന്നു, അതേപോലെ തന്നെ വിളിച്ചു, ഹലോ ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് അത് പോയാണ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ വേറെ വിഷയങ്ങളുണ്ട് ഗൈസ്. വേറെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ പിന്നാലെ അവര് ഞങ്ങളെ എടുത്തു വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അറി കയറി എസ്കേപ്പായി. ഭയങ്കര സീനാണ് ഗൈസ്. ഞങ്ങള് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാരും കൂടി വളഞ്ഞ് സീനാണ് മക്കളെ. ഒന്നും പറയാ, എല്ലാരും അവരുടെ കച്ചവടം കളഞ്ഞിട്ടാണ് ഞങ്ങളെ ഇതാക്കണേന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് വളയോ? ലെഫ്റ്റ് കീപ്പ് ചെയ്യണ്ടാ, റൈറ്റ് കീപ്പ് ചെയ്ത് വെക്കോ. ഞങ്ങള് ഇവിടെ നിർത്തിയിട്ട് കാറിലിരിക്കുന്ന സമയത്ത് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് ചോദിച്ച് ആ പെൺകുട്ടി അവിടെ എന്തിനാ നിൽക്കണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ എന്താ പറയാ, ഞങ്ങളുടെ കഞ്ഞിമുടി കൂടി ഞങ്ങളുടെ കഞ്ഞിക്കുടി മുട്ടിക്കല്ലേ എന്നും പറഞ്ഞ് ആകെ സീനായി. അവര് ആരെയൊക്കെ വിളിച്ചിട്ട് നോക്കുമ്പോ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അവരുടെ ആൾക്കാർ തന്നെ വന്നു കൂടുന്നു. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒരുമിച്ച് വന്നില്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാരും കൂടി ഒറ്റ ഓടി വണ്ടി എടുത്തിട്ട് ആകെ പേടിച്ചു തോന്നുന്നവര്. ആരൊക്കെ വിളിക്കുന്നുണ്ട്, എന്താ പറയണ്ട. അയ്യോ, ആരൊക്കെ വിളിക്കണു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പൊ നമ്മളെ ശരിയാക്കി കളയും. ചെക്കന്മാരൊക്കെ വന്നിട്ട് എന്താ ചോദിച്ചു, ഹലോ ഷൂസ് ഇതൊക്കെ വിളിച്ചു. ഒരു കാർ ഫസ്റ്റ് വന്നു, വിളിച്ചിട്ട് പോയി, മൈൻഡ് ചെയ്യണ്ടപ്പോ പോയി. പിന്നെ ഒരു സ്കൂട്ടർ വന്നു, അതേപോലെ തന്നെ ഷൂ ഹലോ വിളിച്ചു, മൈൻഡ് ചെയ്യണ്ടപ്പോ അതും അങ്ങ് പോയി. അപ്പോഴാണ് ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. സീൻ ഞങ്ങളെ വണ്ടിയുടെ പിന്നാലെ ഓടി വന്നിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ്. നമുക്കിനി സ്പോട്ട് ഒന്ന് മാറ്റി പിടിക്കാം. ഇന്ന് അവിടെ നിന്നേക്കണമെന്നുണ്ടെങ്കിൽ അടിയായിരുന്നു. എന്തുണ്ടായതാ? ഒന്നും ഉണ്ടായില്ല. അവരെന്താ വന്നിട്ട് പറഞ്ഞു? അവര് പറഞ്ഞു നിന്നെ ഏത് ചാനലിൽ നിന്നാ ചോദിച്ചു. നമ്മ പറഞ്ഞ് നമ്മ ഒന്നും ചെയ്യണല്ലോ, ഇവിടെ നിക്കുവാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് വീഡിയോ എടുക്കാൻ തുടങ്ങി. നമ്മ അവിടെ നിന്ന് പോയി സ്കെച്ചായി. അവര് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവര് നമ്മുടെ അഗേൻസ്റ്റ് വീഡിയോ ആണെങ്കിൽ നമ്മ അവരുടെ അഗേൻസ്റ്റ് വീഡിയോ ഇടും. നമ്മ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. നമ്മൊരു നല്ല കാര്യം ചെയ്യുന്ന ഒരു പെണ്ണ് സേഫ് ആണോ അല്ലയെന്ന് മാത്രം നമുക്ക് കൊച്ചിയിൽ അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. ചങ്ങമ്പുഴ മുതൽ പാലാരിവട്ടം വരെ ഇതാണ് കേട്ടോ മെയിൻ അവസ്ഥ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ആരാന്ന് പരിചയപ്പെടാം. പേര് ബെൻഷിറ. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണതിനെ പറ്റിട്ട് വല്ല ഐഡിയ ഉണ്ടോ? എന്താ പറ. കൊച്ചിയിൽ ഗേൾസ് സേഫ് ആണോ നമുക്ക് അറിയണ്ടേ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് ചെയ്ത്, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് മിസ്ബിഹേവ് ചെയ്യുമോന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫോണിൽ നോക്കി നിൽക്കുക, ഫോണിൽ കളിച്ച് മാത്രം നിൽക്കുക. ആരും വന്ന് സംസാരിച്ചാലും ഒന്നും മിണ്ടരുത്. ഓക്കെ, ധൈര്യല്ലേ? ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഞങ്ങൾ പോട്ടെ, ധൈര്യല്ലേ? ഓക്കെ. സ്റ്റേഡിയത്തിനടുത്തായിട്ട് തന്നെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള ഏരിയയിലാണ് നിർത്തിയത് കേട്ടോ.
എന്താണ് തോന്നിയത്? ഒരിക്കലും ഇവിടെ ആരും സേഫ് അല്ല. 2-3 പേര് വന്ന് നിർത്തിയില്ലേ? ഇപ്പൊ ഞാൻ ഇറങ്ങി വന്ന ഒരുത്തന്മാര് വന്ന് നിർത്തി, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരെ എന്താണ് വന്ന് ചോദിക്കുന്നത്? എത്രയാ വർക്കിന് പോകുന്നതാണോ ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. ഒരു താറിലും നിർത്തി, ഒരു ബൈക്കിൽ ഒരാള്, പിന്നെ ഇപ്പൊ മൂന്നാമത് 2 പേര്. കുറെ പേര് നോക്കി പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നിന്നത് സ്റ്റേഡിയത്തിന്റെ അടുത്താണ്. പറയുമ്പോ ഇവിടെ നിറച്ച ആൾക്കാരാണ്. ആ സൈഡിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചായ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ഗേൾസിന് ഒറ്റക്ക് നിൽക്കാൻ ഇവിടെ പറ്റുന്നില്ല. അതും കൊച്ചി പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ. എല്ലാവരും പറയുന്നത് കൊച്ചിയിൽ ഗേൾസ് സേഫ് ആണെന്നാണ്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. നമുക്കിപ്പോ എന്ത് തോന്നി? ഒട്ടും സേഫ് അല്ല. ഇതിന് മുന്നേ എന്തായിരുന്നു തോന്നിയിരുന്നത്? സേഫ് ആണെന്നായിരുന്നു തോന്നിയത്. ഇപ്പോ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേ. നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ നോക്കാം. ഗൈസ്, ഞങ്ങളങ്ങനെ സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോവാണ്. അവിടെ നിൽക്കാൻ വേണ്ടി പോകുന്നത് ഇയാളാണ്. പേര് അഭിരാമി. അടുത്തൊരാളെ, ധൈര്യമുള്ള ഒരാളെ ഞാൻ തപ്പിക്കൊണ്ട് നടക്കായിരുന്നു. റെഡി അല്ലേ? എന്താണ് അഭിപ്രായം? സേഫ് ആണോ? കൊച്ചിയില് സേഫ് അല്ല എന്നാണ് അഭിരാമി പറയുന്നത്. നേരത്തെ എന്തോ പറഞ്ഞേക്ക് കിട്ടിയില്ല. എന്തായിരുന്നു? സംസാരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് റിയാക്ഷൻ വേണം, കാരണം നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്നല്ലേ? പ്രതികരണം അടുത്ത വീഡിയോ ആയിട്ട് അല്ലേ? പ്രതികരണം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. നേരത്തെ ഒരു പരാതിയായിരുന്നു പ്രതികരിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പ്രതികരിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ 10K ലൈക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ട് പ്രതികരണ വീഡിയോ. ഓക്കെ, ഇപ്പൊ ഒന്നും മിണ്ടരുത്, ഫോണിൽ കളിച്ച് നിൽക്കുക. നോ റെസ്പോൺസ്. അവരെന്ത് പറഞ്ഞാലും നോക്കാനും നിൽക്കരുത്. ഓക്കെ, എന്താണ് സീരിയസ്? ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ. അഭിരാമി അവിടെ നിന്നോട്ടാ. വണ്ടി പോയ 2 പേര് കൈ കാണിച്ചിട്ടാണ് പോയത്. ഗൈസ്, ഇവിടെ ഓപ്പോസിറ്റ് കട ഉണ്ടെങ്കിൽ പോലും വണ്ടികളൊക്കെ സ്ലോ ആക്കിയിട്ടാണ് നോക്കി പോയിരുന്നത്. തൊട്ടു മുമ്പിൽ തന്നെ കുറെ കടകളുള്ളതുകൊണ്ടായിരിക്കും ആരും നിർത്താൻ വേണ്ടി നോക്കാനേ. ഇതവളെ അറിയുന്ന ഒരാള് എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കല്ലേ. കുറച്ചു നേരം ഇവിടെ നിന്നു. നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് റെസ്പോൺസ് എന്നുള്ളത്. 2 കാർ കൊണ്ട് ഇവിടെ നിർത്തിയിട്ടതാ. പക്ഷേ ആ ചേട്ടൻ വന്ന് ചോദിച്ചപ്പോഴാണ് 2 പേര് അവിടെ ഓൾറെഡി കാർ കൊണ്ട് നിർത്തിയിട്ടിരുന്നില്ലേ കുറച്ചു നേരം? നിർത്തിണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ഇതിൽ കണ്ടില്ല. പാസ് ചെയ്ത് പോയ 2 പേര് അവിടെ കാർ കൊണ്ട് നിർത്തി. അതിന്റെ ഇടയില് അറിയുന്നവരിക്ക വന്നിട്ട് എന്ത് വെച്ചോടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ആ പെട്ടി വണ്ടി പോലത്തെ വണ്ടിയിൽ. ഓക്കെ, അപ്പോൾ അറിയുന്ന ആൾക്കാർ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്. എന്ത് തോന്നുന്നു? നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റൊന്നും പുറത്തോട്ട് പെൺപിള്ളേർക്ക് ഇറങ്ങി നടക്കാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. കൊച്ചിയിൽ ഏറ്റവും സേഫ് അല്ലാത്തൊരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഈ ചങ്ങമ്പുഴ ഈ കലൂര് ഇത്രയും ഭാഗങ്ങളും സേഫ് അല്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചങ്ങമ്പുഴ എന്ന് മാത്രമല്ല മിക്ക സ്ഥലങ്ങളും ഈ മീൻസ് കട ഉണ്ടെങ്കിൽ പോലും കടയുള്ള സ്ഥലങ്ങളൊന്നും സേഫ് അല്ല. ഇങ്ങനെ വെട്ടമുണ്ടെങ്കിൽ പോലും സേഫ് അല്ല. കൊച്ചിയില് ഒരു സ്ഥലവും സേഫ് അല്ല എന്നാണ് പറയുന്നത് അല്ലേ? വെട്ടുണ്ടെങ്കിൽ പോലും സേഫ് അല്ല. തൊട്ടും ഫ്രണ്ടിൽ തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ചങ്ങമ്പുഴ ഒരു ഏരിയയിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഏത് പെൺകുട്ടികൾ പോയി നിന്നാലും വന്ന് റേറ്റ് ചോദിക്കും അല്ലേ? ഒറ്റക്ക് നിൽക്കണ കണ്ട പ്രത്യേകിച്ച്. അപ്പോൾ ഇനി നിങ്ങൾ പറ കമന്റ് ബോക്സിൽ. സ്കൂട്ടി സ്ലോ ആക്കി, അതേപോലെ തന്നെ കാർ കൊണ്ട് നിർത്തിയിട്ട് അവന്മാർ ഇങ്ങോട്ട് ബാക്കിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട് ഇരിക്കുന്നവന്മാർ ബാക്കിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഈ കാറിന് വണ്ടി നിർത്തി ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്കും അവന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ ഒരു വീഡിയോന്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പം ഇവരൊക്കെ ഉള്ള കാരണമാണ് ഈ ഒരു വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. താങ്ക് യു സോ മച്ച് ഗൈസ്. വെൽക്കം. പിള്ളേർ സേഫ് ആണോ? സേഫ് ആണോ? നോ സേഫ് അല്ല. എനിക്കൊന്നും നമ്മളും സേഫ് അല്ല. സേഫ് ആണോ? നോ
ഒട്ടും സേഫ് അല്ല. ഗേൾസിന് മാത്രമല്ല ബോയ്സിന് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് പല സ്ഥലങ്ങളിൽ നിന്നും ബസ്സിൽ നിന്നാണെങ്കിലും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മ ആദ്യം സ്പോട്ടിൽ നിന്നത് ഏത് ട്രാൻസ്ജെൻഡറിന്റെ സ്പോട്ടിലാണ്. അവര് വന്നപ്പോ മാറി. പക്ഷെ ഇതെന്ന് പറഞ്ഞ മെയിൻ സ്പോട്ടും മെയിൻ ലൈറ്റും ഉള്ള സ്പോട്ട്. സത്യം കടകളുള്ളു, നേരെ കട, ഫുള്ള് കട. കടകളൊക്കെ ഏരിയ നിന്നിട്ട് പോലും ഗേൾസ് സേഫ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിടത്തോളം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഒരു പീസ്. ബൈ.